ഇത്തരം പരിപാടികൾക്ക് മുമ്പ് തന്നെ വിജയും ഈ വിജയുടെ കൂടെ നിൽക്കുന്ന അണികളും സർക്കാരിനോട് പറഞ്ഞ മെയിൻ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം, പക്ഷേ മക്കൾക്കുള്ള ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾ വളരെ നന്നായിട്ട് കൊടുക്കണം, അത് അവരെ നിങ്ങൾ നോക്കണം, അതിൻ്റെ കടമ നിങ്ങൾക്കാണ് എന്ന് ആവർത്തിച്ച് പല പ്രാവശ്യം പറഞ്ഞൊരു കാര്യമാണ്. വിജയ് പറയുന്നത് പോലെ വിജയുടെ പാർട്ടി വയ്ക്കുന്ന ഡിമാൻഡ് പോലുള്ള ഒരു പ്രൊട്ടക്ഷൻ ഗവൺമെൻറ്റിന് കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ വിജയിനെ തഴയാൻ ഇനിയും ശ്രമിച്ചാൽ ഇതുപോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേട്ട ഒരു വിമർശനം എന്ന് പറയുന്നത് എന്തിനാണ് വിജയ് വരുന്നു എന്ന് കേൾക്കുമ്പോൾ ഇത്രയധികം ആളുകൾ ഈ തിക്കിത്തിരക്കി മരിച്ചു പോകാൻ മാത്രം പോന്നത്ര ആളുകൾ എത്തുന്നത് എന്നുള്ളതാണ്. അതിപ്പോൾ നമ്മൾ മലയാളികൾ ഇങ്ങനെ നമ്മുടെ ഒരു പ്രിവിലേജിൽ ഇരുന്നുകൊണ്ട് ഇതൊക്കെ പറയുമെങ്കിലും ഇവിടെയും പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ വരുമ്പോൾ, ഇപ്പോൾ സണ്ണി ലിയോൺ വരുമ്പോഴൊക്കെ നമ്മൾ വലിയ തിക്കും തിരക്കും കൂട്ടുന്ന സമൂഹമൊക്കെ തന്നെയാണ്. അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെയുള്ള ഇൻഫ്ലുവൻസേഴ്സ് വരുമ്പോൾ പോലും, ചില ഗായകരൊക്കെ വരുമ്പോഴും നമ്മളും ഇതിൻ്റെയൊക്കെ ഭാഗം തന്നെയാണ്. ഇപ്പോൾ ഇരുന്ന് നമുക്ക് കുറ്റം പറയാം എന്നതിനപ്പുറത്തേക്ക് ഇത്രയധികം ആളുകൾ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരാളിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേരുന്നത്? അതും ഈ ചൂടും വെയിലും ഒക്കെ കൊണ്ട് ഇത്രയധികം സഹിച്ച്, ത്യാഗം സഹിച്ച് വിജയുടെ ഒരു റാലി കാത്തിരിക്കുന്ന ഒരു മനോനില ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അല്ല, അതിപ്പോൾ നമ്മൾ ഒരുപാട് വർഷമായി കണ്ടുവരുന്നത് പോലെ ഇപ്പോൾ കേരളത്തിൽ വിജയ് എന്ന് പറഞ്ഞൊരു നടൻ വരുമ്പോൾ ഉണ്ടാകുന്ന ക്രൗഡ് എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഓഡിയോ ലോഞ്ച് വയ്ക്കുമ്പോൾ പോലും സ്റ്റേഡിയത്തിൽ പുറത്ത് തന്നെ 30,000-40,000 ആൾക്കാർ തിക്കിതിരിഞ്ഞ് കൂടുന്നത് നമ്മൾ കാണുന്നതാണ്. ഇതേപോലെ സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട്. നമ്മളും ഫേസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ചെന്നൈയിലെ ഒരു ഓഡിയോ ലോഞ്ചിനും ഇതുപോലെ ശ്വാസം മുട്ടി ഗേറ്റൊക്കെ ചാടി കടന്ന് ഓരോ പരിപാടിക്കും പോകുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അന്ന് അത്രയും പ്രൊട്ടക്ഷനൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പോൾ വിജയ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിലോട്ട് പോകുമ്പോഴും വിജയ് അല്ലാതെ ആവുന്നില്ല. പുള്ളിയോടുള്ള ആ ഒരു സ്നേഹം, സിനിമ കണ്ട് ഉള്ളൊരു സ്നേഹവും അത്രയും ഫാൻ ബേസും പൊളിറ്റിക്കൽ ലീഡർ ആകുമ്പോൾ കുറഞ്ഞിരുന്നില്ല. അപ്പോൾ പുള്ളിയെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ, കുട്ടികൾ ഉൾപ്പെടെ വയസ്സായ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഉണ്ട്, സ്റ്റിൽ കേരളത്തിലും ഉണ്ട്. അപ്പോൾ കേരളത്തിലായിരുന്നാലും തമിഴ്നാടായിരുന്നാലും അതിലേതൊരു സ്ഥലത്തായിരുന്നാലും, മുക്കിലായിരുന്നാലും മൂലയിലായിരുന്നാലും വിജയ് ആരാധകർ ശക്തമാണ്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ഒരു നടനാണ് വിജയ്. അതൊരു TVK പാർട്ടിയുടെ തലവൻ എന്ന് പറയുമ്പോൾ അതിൽ ഒരു കുറവ് വരണമെന്നില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ അറിഞ്ഞു വിജയ് എന്ന് പറയുന്ന ആൾക്കും വിജയുടെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരം പരിപാടികൾക്ക് മുമ്പ് തന്നെ വിജയും ഈ വിജയുടെ കൂടെ നിൽക്കുന്ന അണികളും സർക്കാരിനോട് പറഞ്ഞ മെയിൻ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം, പക്ഷേ മക്കൾക്കുള്ള ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾ വളരെ നന്നായിട്ട് കൊടുക്കണം, അത് അവരെ നിങ്ങൾ നോക്കണം, അതിൻ്റെ കടമ നിങ്ങൾക്കാണ് എന്ന് ആവർത്തിച്ച് പല പ്രാവശ്യം പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ഇന്നലെ ഉണ്ടായ ഒരു ദുരന്തം അത് നഷ്ടം തന്നെയാണ്, അതിന് ആർക്കും ഒരു ഇതില്ല, അത് നഷ്ടം തന്നെയാണ്. മരിച്ച കുടുംബങ്ങൾക്ക് അതൊരു തീരാ നഷ്ടം തന്നെയാണ്. പക്ഷേ അതിൻ്റെ പഴി വിജയ് എന്ന് പറയുന്ന ഒരു നടനിലോട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവിലോട്ട് മാത്രം ഇടുന്നതിൻ്റെ ആ ഒരു ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ വിജയ് എന്ന് പറയുന്ന ഒരു പാർട്ടി നേതാവ് ഈ ക്യാമ്പയിൻ അവസാനിച്ചാലും അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവായിട്ട് തുടരുമ്പോൾ ഇനി മക്കൾ എന്ന് പറയുന്ന ഒരാളെ ജനങ്ങൾ നേരിട്ട് കാണാൻ പോകുമ്പോൾ ഇത്തരം ക്രൗഡുകൾ അല്ലെങ്കിൽ ഇത്തരം ആൾക്കൂട്ടങ്ങൾ വരും. അപ്പോൾ വിജയ് പറയുന്നത് പോലെ വിജയുടെ പാർട്ടി വയ്ക്കുന്ന ഡിമാൻഡ് പോലുള്ള ഒരു പ്രൊട്ടക്ഷൻ ഗവൺമെൻറ്റിന് കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ വിജയിനെ തഴയാൻ ഇനിയും ശ്രമിച്ചാൽ ഇതുപോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ശരിക്കും വീഴ്ച പറ്റുന്ന സർക്കാരിനാണ്. അപ്പോൾ ഇതൊരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ എന്നല്ലാതെ തന്നെ ഒരു വിജയ് എന്ന് പറയുന്ന ഒരാൾ ഒരു ഓഡിയോ ലോഞ്ച് വയ്ക്കുമ്പോൾ പോലും ഉണ്ടാകുന്ന ക്രൗഡ്, ഇപ്പോൾ കഴിഞ്ഞ ലാസ്റ്റ് ലിയോ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് ഒരു ഓഡിയോ ലോഞ്ച് സെപ്റ്റംബർ 30 ഉറപ്പിക്കുമ്പോൾ അവിടെ ഓഡിയോ ലോഞ്ച് പെർമിഷൻ കൊടുക്കുന്നില്ല, ഇത്രയും ആൾക്കാർ കൂടുമെന്ന് പറയുന്നു. അതിന് മുമ്പ് വെച്ച ബിഗിലിന് 30,000 ആൾക്കാർ പുറത്ത് ഉണ്ടായിരുന്നു. 30,000 ആൾക്കാർക്ക് അതായത് ടിക്കറ്റ് പാസ് കൂടുതലുണ്ടായിരുന്നു. ആ 30,000-ൽ ഒരാൾ നമ്മുടെ പയ്യനുമായിരുന്നു. അന്നും അവൻ ഇതേ സിറ്റുവേഷൻ ഫേസ് ചെയ്തതാണ്. മെർസൽ സമയത്ത് ഇതുപോലുള്ള ഓഡിയോ ലോഞ്ചിൽ ഞങ്ങൾ ഫേസ് ചെയ്തതാണ്. ശ്വാസം മുട്ടി ഞങ്ങൾക്ക് അപകടം ഉണ്ടാകുമോ എന്ന്, എനിക്ക് അപകടം ഉണ്ടാകുമോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ അന്ന് അത്രയും പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു, അന്ന് അത്രയും പോലീസ് ഉണ്ടായിരുന്നു, ആ ക്രൗഡിനെ നിയന്ത്രിക്കാൻ അത്രയും പോലീസ് ഉണ്ടായിരുന്നു. പക്ഷേ അതുപോലെ ഒരു സാഹചര്യമല്ല ഇന്നലെ ഉണ്ടായിരുന്നത്, വ്യക്തമായി ഇതിൽ കാണുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ സുഹൃത്തുക്കളും നമ്മൾക്കറിയാവുന്ന ഒരുപാട് ആൾക്കാർ ഇന്നലത്തെ പരിപാടിയിലുണ്ടായിരുന്നു. അവരോട് പേഴ്സണൽ ചോദിച്ചറിഞ്ഞപ്പോൾ പോലും പോലീസുകൾ, അതായത് വിജയ് എന്ന് പറയുന്ന ഒരാൾ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് പവർ കട്ട് ഉണ്ടാകുന്നു. അപ്പോൾ പവർ കട്ട് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് വിജയ് പറയുന്നത് കേൾക്കുന്നില്ല. അപ്പോൾ ഇത്തരം ക്രൗഡുകൾ ബസ്സിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. ബസ്സിൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് അവിടെ ഒരു ശ്വാസം മുട്ടൽ ഉണ്ടാവും. അതിന് ഡിഫെൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സ്ത്രീകളും കുട്ടികളും അവിടെ ഉണ്ട്. അപ്പം അവർക്ക് അപകടം പറ്റുന്നത് അതിൻ്റെ ഇടയിൽ കൂടി പോലീസ് എന്തിന് ലാത്തി ചാർജ് വീശുന്നു എന്നുള്ളൊരു ചോദ്യവും അവിടെ പരിപാടിക്ക് കൂടി ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നുള്ളതാണോ നിങ്ങൾ മനസ്സിലാക്കുന്നത്? പക്ഷെ അവിടെ പവർ കട്ട് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ മരത്തിൽ കയറിയ ആളുകൾ തന്നെ ഇലക്ട്രിക് പോസ്റ്റുകളിലേക്ക് അടക്കം വലിഞ്ഞു കയറിയിട്ടുണ്ടായിരുന്നു അത്രേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ മരം പോലും ഒടിഞ്ഞു വീഴുന്ന സാഹചര്യമുണ്ട്. വലിയ ദുരന്തം കൂടി ഉണ്ടാകാതെ പോയത് ഒരുപക്ഷെ ഈ പവർ കട്ട് കൊണ്ടാണ് എന്നതുകൂടി പറയുന്നത് കേൾക്കുന്നു.
അല്ല, കഴിഞ്ഞ എല്ലാ പരിപാടികൾക്കും പവർ കട്ട് ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ എല്ലാ പരിപാടികൾക്കും ഓരോ തടസ്സം ഉണ്ടായിട്ടുണ്ട്, പവർ കട്ട് ഉണ്ടായിട്ടുണ്ട്. ഏത് പരിപാടി ഇപ്പോൾ കഴിഞ്ഞ 3 നാഗപട്ടണത്തും തൃച്ചിയിലും ഈ കഴിഞ്ഞ 3 പരിപാടികൾ വെച്ചപ്പോൾ പവർ കട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് വിജയുടെ അണികൾ അല്ലെങ്കിൽ കാണാൻ വന്നവരുടെ അപായം കൊണ്ടാണെന്ന് ഞങ്ങൾ പറയാൻ വിശ്വസിക്കുന്നത്. അത് മാത്രമല്ല, ഇന്നലെ തന്നെ അപകടത്തിൽപ്പെട്ട ഒരു സ്ത്രീ ന്യൂസിൽ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഇങ്ങനെ അപകടം പറ്റുന്നു. അതേ സ്ത്രീ തന്നെയാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുന്നത്. അത് സെയിം ആൾ അറ്റ് എ ടൈം പോയി ന്യൂസ് വരുമ്പോൾ കിടന്ന് സംസാരിക്കുകയും അതേ സെയിം ആൾ തന്നെയാണ് പോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ ആ അപകടം നടക്കുന്നതിന് മുമ്പ് 10-12 ആംബുലൻസ് വെറുതെ പോകുന്നുണ്ടെന്ന് അവിടുത്തെ ആൾക്കാർ, അതായത് TVKയുടെ അണികളല്ലാത്ത ആൾക്കാർ പോലും, അവിടെ വിജയിനെ കാണാൻ വന്ന സാധാരണ സ്ത്രീകളായ ആൾക്കാർ പോലും പറയുവാണ് ഇത്തരം ആംബുലൻസ് എന്തിനു പോകുന്നു എന്നുള്ളത് അവരുടെ സംശയമാണ്. അധികം ആളുകൾ പെർമിഷൻ വാങ്ങി നടപ്പിലാക്കുന്ന ഒരു പരിപാടിയാണല്ലോ. അവിടെ ഇത്ര അധികം ആളുകളെ വിചാരിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഈ പറയുന്ന ആംബുലൻസുകൾ അടക്കമുള്ള സൗകര്യങ്ങൾ പോലീസ് ഒരുക്കണം. ആ പ്രദേശത്ത് അത് ഉണ്ട് എന്ന് ഉറപ്പാക്കണം. അതൊക്കെ അതിന്റെ അതെ. അപ്പം പോലീസ് ഒരുക്കുമ്പോൾ അത്രയും ആൾക്കാർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് അതെ ശരിയാണ്. ഓക്കെ, ആംബുലൻസ് പോയത് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടതാണ്. പക്ഷെ അതുപോലെ തന്നെ ആ അത്രയും ആൾക്കാരുടെ പ്രൊട്ടക്ഷൻ നോക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്, അത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ഈ പാർട്ടി കൂടുന്ന മീറ്റിങ്ങിന് ക്യാമ്പയിന് മാത്രം എന്തുകൊണ്ട് പോലീസിന്റെ പ്രൊട്ടക്ഷൻ കുറയ്ക്കുന്നു? ബാക്കി പാർട്ടികൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു 1000 പേര് കൂടുന്ന സ്ഥലത്ത് പോലും 1000 പോലീസിന് അത് തന്നെയാണ്. ഞാൻ വരാം പ്രതീക്ഷ അങ്ങിലേക്ക്. ഇതുമായി ബന്ധപ്പെട്ട് വിജയ് തന്നെ കഴിഞ്ഞ ദിവസം നടത്തിയ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് നടത്തിയൊരു പ്രതികരണം നമ്മുടെ കൈവശമുണ്ട്, അതൊന്ന് കേൾക്കാം. என்ன நாங்க பெருசா கேட்டுட்டோம்? மக்கள் நிம்மதியா ஃப்ரீயா நின்று பார்க்கறதுக்கு ஒரு இடம், அதை நாங்க தேர்வு செஞ்சு அதுக்கு பர்மிஷன் கேட்கிறோம். ஆனா நீங்க என்ன பண்றீங்க? அந்த இடத்தையெல்லாம் விட்டுட்டு நெருக்கடியோட, மக்கள் நெருக்கடியோட எங்கெல்லாம் நிப்பாங்களோ அந்த இடமா பார்த்து செலக்ட் பண்ணி தரீங்க. உங்க எண்ணம் தான் என்ன சார்?